അദ്ദേഹത്തിന്റെ ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ പ്രഷറിനെ ബാലൻസ് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ കൊളസ്ട്രോളിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് ഹാർട്ട് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ പോലും ഒരു 3-4 മാസം നമ്മളെ ഈ മില്ലറ്റ് ഫുഡ് ഉപയോഗിച്ച ശേഷം ഈ ബ്ലോക്ക് ഇല്ലാതെ വന്നിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്ന വ്യക്തിക്ക് 33% മുതൽ 50% വരെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അവസരമാണ് ഇവിടെ. ശരി, ഈ 1500 രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 33% മുതൽ 50% വരെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഒരു വീട്ടമ്മക്ക് പോലും വീട്ടിൽ ഇരുന്നു കൊണ്ടും ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഈ പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഫാർമസി എന്നുള്ള ആ മരുന്ന് എന്നുള്ളത് നമ്മൾക്ക് മാറ്റാൻ, കാരണം നമ്മൾ മരുന്ന് ഭക്ഷണമായും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ആഹാരമാണ് മരുന്നാക്കുന്നത്. കാരണം റൈസ് ചോറ് തിന്നു കഴിഞ്ഞാൽ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ള അതിന്റെ കാറ്റ് തീരും. പക്ഷെ ഇത് 5 മണിക്കൂർ 6 മണിക്കൂർ അതിന്റെ മൈലേജ് നിലനിർത്തിക്കൊണ്ട് അവർക്ക് ആരോഗ്യവും ഉന്മേഷത്തോട് പ്രവർത്തിക്കാനുള്ള ഒരു വലിയൊരു സംഭവം. അപ്പൊ ഇത് എന്തുകൊണ്ട് നമുക്ക് ലോകത്തിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൂടാ? ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ രോഗങ്ങൾക്കൊക്കെ കാരണം. ഈ പ്രശ്നത്തെ നമുക്ക് അവസരമാക്കാനുള്ള ഒരു സാധ്യത ഇവിടെ. അതെ. ഹായ് ഫ്രണ്ട്സ്, നല്ല യുണീക്ക് ആയിട്ടുള്ള, തുടങ്ങിയാൽ വിജയിക്കുമെന്ന് 100% ഉറപ്പുള്ള ബിസിനസ് അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ബിസിനസ്സുകളും നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതിൽ ഏത് തുടങ്ങും എന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ? നമുക്കറിയാം, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങി വലിയ വിജയം സമ്മാനിക്കുന്ന ഒരുപാട് ബിസിനസ് അവസരങ്ങൾ നമുക്ക് മുമ്പിലേക്ക് എത്താറുണ്ട്. പക്ഷേ ആ അവസരങ്ങളൊക്കെയും നമ്മിലേക്ക് എത്താറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി എന്തെന്നും അത് നമുക്ക് എങ്ങനെ എത്രത്തോളം വരുമാനമുണ്ടാക്കുമെന്നും പറഞ്ഞു തരാൻ അതിൻ്റെ പ്രൊമോട്ടർമാരിതാ നമുക്കൊപ്പമുണ്ട്. ആദ്യം നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ശേഷം എന്താണ് ഇവർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുന്ന ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് സർ, നമസ്കാരം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ആദ്യം നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളൂ. എൻ്റെ പേര് മണിരഥൻ. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ ഈ മില്ലറ്റ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ട്രെയിനിങ്ങും അതിന്റെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ്സും കൊടുക്കുന്നതിന് വേണ്ടി ഈ കമ്പനിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും. ഓക്കെ, റൈറ്റ്. സർ, എൻ്റെ പേര് നവീൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേരള പ്രൊമോട്ടറായിട്ട് ബിസിനസ് വർക്ക് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ്. സർ, എൻ്റെ പേര് ഇസ്മായിൽ. ഞാൻ മില്ലറ്റ് മാജിക് ഫ്രൈഡ് മാർക്കറ്റിംഗ് ഇന്ത്യയുടെ നാഷണൽ പ്രൊമോട്ടറാണ്. നേരത്തെ കേരള പ്രൊമോട്ടറായിരുന്നു, ഇപ്പോൾ നാഷണൽ പ്രൊമോട്ടറായി. ഓക്കെ. സർ, എൻ്റെ പേര് ഹരീഫ, ജില്ല തൃശ്ശൂർ. ഞാൻ കേരളത്തിൻ്റെ മില്ലറ്റ് മാജിക് പ്രോഡക്റ്റിൻ്റെ സ്റ്റേറ്റ് ഹബ്ബും തമിഴ്നാട് ഹബ്ബും കൂടിയാണ്. 2 ഹബ്ബും കൂടി ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു വെറൈറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ സർ, അതിനെക്കുറിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലപ്പോഴും നമ്മുടെ ആളുകൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ വലിയ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നാൽ മാർക്കറ്റിൽ ഡിമാൻഡുള്ള 100% വിജയിക്കുമെന്ന് ഉറപ്പുള്ള ബിസിനസ്സുകളാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിൽ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ബിസിനസ്സാണ് സർ നിങ്ങളുടേത്? തീർച്ചയായിട്ടും. ആരോഗ്യം എന്നത് മനുഷ്യന് ആവശ്യമുള്ളൊരു കാര്യമാണ്. അതെ. നമുക്ക് ദൈവം തന്നിട്ടുള്ള അമൂല്യമായ ഒരു സമ്പത്താണ് ആരോഗ്യം. അതെ. ഇന്ന് നമ്മുടെ നാട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, നമ്മുടെ രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ലോകത്ത് മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ആശുപത്രി, അതുമായി ബന്ധപ്പെട്ടുള്ള ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ആരോഗ്യത്തോടു കൂടി നമ്മൾ ജനിക്കുന്നു. പക്ഷെ ഒരു 30 വയസ്സോടുകൂടി ആരോഗ്യം നഷ്ടപ്പെട്ട് പിന്നീട് മരണത്തെ നീട്ടിവെക്കുന്ന ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഭക്ഷണമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണമാണ്. കാരണം നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് എല്ലാ പോഷകങ്ങളും കിട്ടേണ്ടത്. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തൊക്കെയാ ചിന്തിക്കുക? നമ്മുടെ കൾച്ചർ നമ്മുടെ ഭക്ഷണവുമായിട്ട് നല്ല ബന്ധമുണ്ട്. സംസ്കാരവുമായിട്ടാണ് നമ്മുടെ ഭക്ഷണത്തിന് നല്ല ബന്ധമുണ്ട്. നമ്മുടെ ജിയോഗ്രഫി, ഇപ്പൊ നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്നു, പഞ്ചാബുകാർ ഗോതമ്പ് ഭക്ഷണം കഴിക്കുന്നു, അത് ജിയോഗ്രഫിക്കലാണ്. അതേ സമയത്ത് ടേസ്റ്റ്, എനിക്ക് നല്ല ടേസ്റ്റ് ഉള്ള സാധനം ഞാൻ നന്നായിട്ട് കഴിക്കും. അവൈലബിലിറ്റി,
ഇന്ന് ലോകത്തുള്ള എന്ത് ഉൽപ്പന്നങ്ങളും നമുക്ക് ഏത് കുഗ്രാമത്തിലും കിട്ടും, അവൈലബിലിറ്റി ഉണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അഫോർഡബിലിറ്റിയാണ്. അപ്പൊ ഈ 5 കാര്യങ്ങളല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് എന്ത് പോഷകങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ഭക്ഷണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഇൻടേക്ക് ഏറ്റവും കൂടുന്നുണ്ടാവും. എന്നാൽ നമുക്ക് ആവശ്യം എല്ലാ ദിവസവും വേണ്ടുന്ന പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, അതുപോലെ ഫൈബർ, ആന്റി ഓക്സിഡൻസ് ഇതിന്റെ അഭാവം. അപ്പോൾ ഒരു ന്യൂട്രീഷണൽ ഇംബാലൻസ് എല്ലാ ബോഡിയിലും നടക്കുന്നു. ഈ ന്യൂട്രീഷണൽ ഇംബാലൻസ് കാരണം നമ്മുടെ ഹെൽത്തിന്റെ സെൽസിന്റെ ഹെൽത്ത് നശിക്കുന്നു, സെൽ ഡാമേജ് ആവുന്നു, സെൽ മെമ്മറൈൻ ഡാമേജ് ആവുന്നു, സെല്ലിന്റെ ഡാമേജ് ടിഷ്യൂവിനെ ഡാമേജ് ആക്കുന്നു, ടിഷ്യൂവിന്റെ ഡാമേജ് ഓർഗൻസിനെ ഡാമേജ് ആക്കുന്നു. ഇത് ഫ്യൂച്ചറിൽ നമ്മളെ ഒരു ഡിസീസിലേക്ക് മാറും. നമ്മൾ ഇതിനൊരു ഓമനപ്പേരിട്ട് വരികയാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗം. ഒരു 30-35 വയസ്സ് വരെ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നു. അതിനുശേഷം പിന്നെ ഡയബറ്റിക് ആയി, പ്രഷർ വേരിയേഷൻ വന്നു, ഷുഗർ വേരിയേഷൻ വന്നു, കൊളസ്ട്രോൾ വേരിയേഷൻ വന്നു. ഈ രീതിയിൽ മരണം വരെ മരുന്ന് കഴിക്കുന്ന ഒരു സമൂഹമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരള സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ചെറുപ്പക്കാരാണ്. ഇവിടെ ഞാൻ ഇതിൽ കാണുന്നതിൽ ഒരു ബിസിനസ്സിൽ അപ്പുറത്ത് ഇത് നമ്മളുടെ ഒരു ആരോഗ്യ സംരക്ഷണമാണ്. ഇത് ഓരോ മനുഷ്യനും ഇത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയിൽ നിൽക്കാൻ കാരണം നമ്മളിപ്പോ ഒറ്റ ഒരു ഉദാഹരണം പറയാം. നമ്മളുടെ വൻ ധാന്യങ്ങളുണ്ട്, അരി, ഗോതമ്പ് തുടങ്ങിയിരിക്കുന്ന വൻ ധാന്യങ്ങൾ. ഇതൊന്നും നമ്മുടേതല്ല, ഇത് വിദേശിയാണ്. മരച്ചീനി വിദേശിയാണ്. പക്ഷെ ഇതെല്ലാം നമ്മുടേതാക്കി മാറ്റിക്കഴിഞ്ഞു. അപ്പോ നമ്മുടെ ഫസ്റ്റ് ക്രോപ്പ് എന്ന് പറയുന്നത് ചെറുധാന്യങ്ങളാണ്. ചാമ, വരക്, അതുപോലെ റാഗി, കുതിരവാലി തുടങ്ങിയിരിക്കുന്ന മില്ലറ്റ്സ് ആണ് ഈ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്രോപ്പ്. ഇനിയുള്ള ഫ്യൂച്ചർ ക്രോപ്പും ഇത് തന്നെയാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ കേന്ദ്ര ഭരണാധികാരികൾ വരെ തിരിച്ചറിഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ടാണ് 2018 നാഷണൽ മില്ലറ്റ് ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചത്. 2023 ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചു. അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഇന്ത്യയാണ്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് അതിന്റെ ബ്രാൻഡ് അംബാസഡർ. ഓക്കെ, ഇന്ന് UN ഏറ്റവും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാരണം ഒരു ഉദാഹരണം പറയാം. അപ്പൊ നമ്മൾ തിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലവ് ബേർഡ്സിന് കൊടുക്കുന്ന ഒരു ഫുഡാണ് തിന എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ തിനയെ കുറിച്ചൊന്ന് പഠിക്കണം. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്, മില്ലറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈദരാബാദ്. അവർ ഇറക്കിയിരിക്കുന്ന ഒരു പ്രബന്ധമുണ്ട്, അവരെ റിസർച്ച് നടത്തി. തിന എന്ന് പറയുന്ന ആ ചെറുധാന്യത്തിൽ 100 ഗ്രാം തിന, ആ 100 ഗ്രാം തിനയ്ക്കകത്ത് നമുക്ക് ആവശ്യമായ 12.5 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, 8 ഗ്രാം ഫൈബർ ഉണ്ട്, 3 ഗ്രാം മിനറൽസ് ഉണ്ട്. അതുപോലുള്ള എല്ലാ ഘടകങ്ങളും ഒരു 100 ഗ്രാം തിനയിലുണ്ട്. ഇവിടെ ഞാനിതിൽ കണ്ടിട്ടുള്ള ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിന വാങ്ങി നേരിട്ട് നമുക്കൊരു ഭക്ഷ്യയോഗ്യമാക്കാൻ പ്രയാസമാണ്, അത് വലിയ കോംപ്ലിക്കേഷനാണ്. അതേ സമയത്ത് ഈ സെൽവകുമാർ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു കർഷകനാണ്. ഒരു 15 വർഷം മുമ്പ് അദ്ദേഹം ചെറിയ രീതിയിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു കുടിൽ വ്യവസായം എന്ന് തന്നെ പറയാം. അതിൽ തുടങ്ങി ഇന്ന് കേരളവും തമിഴ്നാടും ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ അടുക്കളയിലേക്ക് റെഡി ടു കുക്ക് തരത്തില് ഇതിനെ പാകപ്പെടുത്തി, മില്ലറ്റ്സുകളെ പാകപ്പെടുത്തി. അപ്പോൾ തിനയുടെ പുട്ടുപൊടിയുണ്ട്. തിനയുടെ പുട്ടുപൊടി നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ 2 കഷ്ണം തിനയുടെ പുട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. 12 ഗ്രാം പ്രോട്ടീൻ, 8 ഗ്രാം ഫൈബർ, 3 ഗ്രാം മിനറൽസ്, അതുപോലെ B2, B9, B6. ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹാർട്ടിന്റെ ബ്ലോക്ക് വരെ ഇല്ലാതാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഫുഡ് സപ്ലിമെന്റ് അല്ല, ഇത് നമ്മുടെ പ്രൈമറി ഫുഡാണ്. അപ്പൊ ഈ ഭക്ഷണത്തിലേക്ക് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു നെല്ലിക്ക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നടപ്പാക്കുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൽ അവര് ഈ നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് ഉടമകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. അതിൽ അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്ന ഒന്ന്, എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഒരു മില്ലറ്റ് വിഭവം നിങ്ങൾ വിപണനത്തിന് വെക്കണം. അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ജില്ലയിലെ എല്ലാ കുടുംബങ്ങളും ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു മില്ലറ്റ് ഫുഡ് കഴിക്കണം. ഈ രീതിയിലേക്കാണ് മാറ്റം വരുന്നത്. അപ്പൊ ഇതൊരു വലിയൊരു റവല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും പ്രചരണങ്ങളും. ഇതിപ്പോൾ സാർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഓപ്പർച്യൂണിറ്റി, വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് അവസരങ്ങൾ തേടി അന്വേഷിക്കുന്ന ആളുകളാണ് നമ്മൾ.
ഈ ഒരു കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന കാലഘട്ടം മില്ലറ്റ്സുകളുടേതാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് തലങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ടും അസിസ്റ്റൻസ് നൽകുന്ന ഒരു ബിസിനസ് മോഡലാണ് ഈ മില്ലറ്റ്സുകളുടേത്, അല്ലേ? അപ്പോൾ ഇനി നമുക്കറിയാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും ഈ ഒരു നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന അവർക്ക് വല്ല അവസരവും ഉണ്ടോ എന്നുള്ളതിലാണ്. അപ്പോൾ നിങ്ങൾ ഐഡിയാസ് കൊണ്ടുവന്നു, ആ ഐഡിയാസ് അവരിലേക്ക് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അവരിലേക്ക് എങ്ങനെ ഒരു ബിസിനസ്സാക്കി മാറ്റാം എന്നുള്ളതാണ് ആളുകൾ അന്വേഷിക്കുന്നത്. അതിനെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. കാരണം ഈ ഒരു ഓർഗനൈസേഷൻ നമുക്കൊരു ഡയബറ്റിക് പാക്കേജ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ഡയബറ്റിക് പാക്കേജ്. അതൊരു ഡയബറ്റിക് ഉള്ള ഒരാള്, ഒരു ഡയബറ്റിക് പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ ഈ അദ്ദേഹത്തിന്റെ ഫുഡിൽ ഒരു മാറ്റം വരുത്തുകയാണ്. ആ ഫുഡിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു 90 days അയാൾ ആ ഫുഡിലേക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് പറയാൻ കഴിയും അദ്ദേഹത്തിന്റെ ഡയബറ്റിക്കിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ പ്രഷറിനെ ബാലൻസ് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ കൊളസ്ട്രോളിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് ഹാർട്ട് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ പോലും ഒരു 3-4 മാസം നമ്മളെ ഈ മില്ലറ്റ് ഫുഡ് ഉപയോഗിച്ച ശേഷം ഈ ബ്ലോക്ക് ഇല്ലാതെ വന്നിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തൊരു നല്ലൊരു ബിസിനസ് അവസരമുണ്ട്. ആ ബിസിനസ് അവസരം ഇന്ന് കേരള പ്രൊമോട്ടർ എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 100 കണക്കിന് വീട്ടമ്മമാരും കുടുംബിനികളും അതുപോലെയുള്ള ആളുകളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ നവീൻ. അദ്ദേഹം കണ്ണൂരാണ്. ആ ബിസിനസ് അവസരം പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് നവീൻ സാർ. ഇപ്പൊ മണിധരൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഹെൽത്തിന് പ്രാധാന്യം ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെ വെൽത്തിനും പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് പഠിച്ചിറങ്ങി വരുന്ന കുട്ടികൾക്ക് അവർക്കൊരു ജോലി സമ്പാദിക്കുക എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമാണ്. പക്ഷെ അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴി ഇന്നത്തെ സമൂഹത്തിന് വളരെ കുറവാണ്. കാരണം അവർ ഉദ്ദേശിക്കുന്നത് വലിയൊരു വരുമാനം കിട്ടുന്ന ഒരു ജോലി തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് അത് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരം നമ്മുടെ റൈറ്റ് മാർക്കറ്റിംഗ് കമ്പനി നമുക്ക് നൽകി കഴിഞ്ഞു. എന്താണ് 1500 രൂപ മുതൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കടന്നു വരാം. 1500 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം. തീർച്ചയായിട്ടും ഈ കടന്നു വന്നതോടുകൂടി തന്നെ ട്രഡീഷണൽ ആയിട്ടും ഇ കോമേഴ്സ് ആയിട്ടും മൈക്രോ ഫിനാൻസ് ആയിട്ടും ഡയറക്റ്റ് സെല്ലിങ്ങുമായിട്ടും 4 കാറ്റഗറിയിലൂടെ നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഒരു വീട്ടമ്മക്ക് പോലും വീട്ടിൽ ഇരുന്നു കൊണ്ടും ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമ്മുടെ മൊബൈലിലെ കോണ്ടാക്ട്സ് മാത്രം മതി നല്ലൊരു ബിസിനസ് കൊണ്ടുവരാൻ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ന് പലരും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് അങ്ങനെ ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ പറഞ്ഞു 1500 മുതൽ 3 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ സാധിക്കും. അതിൽ 1500 രൂപ മുതൽ 1500 രൂപക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റ് നമ്മൾ കമ്പനിയിൽ നിന്ന് എടുത്തു. അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിലൂടെ ഈ ഒരു ബിസിനസ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെറിയ ഒരു സ്റ്റോക്ക് പോയിന്റ് എടുത്തുകൊണ്ട്, ചെറിയൊരു ഹോം ഗാലറി എടുത്തുകൊണ്ട് 60,000 ഹോം ഗാലറി എടുത്തുകൊണ്ടും കടന്നു വരാം. ഒരു ഏതൊരു സാധാരണക്കാർക്കും ഇന്ന് അത്രയും ചെറിയൊരു എമൗണ്ടിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇല്ല. അപ്പോൾ 60,000 സ്റ്റാർട്ട് ചെയ്യാം. അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് 30 കസ്റ്റമേഴ്സിന് ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്താൻ ഒരു അവസരമുണ്ട്. അതുകൂടാതെ അവർക്ക് ഒരു 5% അവർക്ക് അഡീഷണൽ പ്രൊഡക്റ്റും കൂടി കിട്ടുന്നുണ്ട്. അഡീഷണൽ പ്രൊഡക്റ്റും. ഇനി അതുകൂടാതെ 1.5 ലക്ഷത്തിന്റെ ഒരു സ്റ്റോക്ക് പോയിന്റ്, 1.5 ലക്ഷത്തിന്റെ സ്റ്റോക്ക് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം 75 കുടുംബങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ കടന്നു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 15% അഡീഷണൽ ബെനിഫിറ്റും കൂടി ആ ഒരു കസ്റ്റമേഴ്സിന് ലഭിക്കുന്നുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ആ പഞ്ചായത്തിൽ നടക്കുന്ന ബിസിനസിന്റെ എല്ലാ ബെനിഫിറ്റും അദ്ദേഹത്തിനാണ് കിട്ടുന്നുണ്ടാവുക. അതിന് വേണ്ടത് 3 ലക്ഷം സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ 20% അവർക്ക് എക്സ്ട്രാ പ്രൊഡക്റ്റ് അത് കിട്ടുന്നുണ്ട്. ഓൾറെഡി ഒരു കസ്റ്റമറായിട്ട് ബിസിനസ് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്ന വ്യക്തിക്ക് 33% മുതൽ 50% വരെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അവസരമാണ് ഇവിടെ.
അത് ശരി. ഈ 1500 രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 33% മുതൽ 50% വരെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, റൈറ്റ്, ഗുഡ്. കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു അവസരം തന്നെയാണ് ഈ ഒരു റൈറ്റ് മാർക്കറ്റിംഗ് ഇന്ത്യ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ഏതൊരു വീട്ടിൽ പോവുകയാണെങ്കിലും അവിടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെ ഇപ്പോൾ പിന്നെ കിഡ്നി അസുഖങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള ക്യാൻസർ അസുഖങ്ങൾ, അതൊക്കെയും പിന്നെ ഒരു നമ്മുടെ ഓരോ വീടുകളിൽ പരിശോധിക്കുകയാണെങ്കിലും എല്ലാത്തിലും ഉണ്ട്. ഒരു വീട്ടിലെങ്കിലും ഈ പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല. അതിപ്പോൾ ഇപ്പോഴത്തെ പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഭക്ഷണ ശൈലി തന്നെയാണ്, ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ രോഗങ്ങൾക്കൊക്കെ കാരണം. ഈ പ്രശ്നത്തെ നമുക്ക് അവസരമാക്കാനുള്ള ഒരു സാധ്യത എവിടെയാണ്? അതെ അതെ അതെ. ഇപ്പൊ നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ്, അദ്ദേഹത്തെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നു, അദ്ദേഹത്തിന് ഈ ഉൽപ്പന്നം നമ്മൾ കൊടുക്കുന്നു, അദ്ദേഹം ആ ഉൽപ്പന്നം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അതിന് ബെനിഫിറ്റ് വന്നു, അദ്ദേഹത്തിന്റെ ഷുഗർ ബാലൻസ് ആയി, അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെ അതെ അതെ. അതായത് അദ്ദേഹത്തിന് ഒരു പക്ഷേ അദ്ദേഹം ഡയബറ്റിക് ക്ലബിൽ മെമ്പർ ആവാം. അതെ 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 അതെ. നിരവധി ഡയബറ്റിക് പേഷ്യൻസിന് അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഒരു 15 ഡയബറ്റിക് പേഴ്സൺസിന് അദ്ദേഹം ഇത് പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ദിവസം മിനിമം 1000 രൂപ ഏൺ ചെയ്യാനുള്ള ഒരവസരം ഇതിന്റെ അകത്തുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഡയബറ്റിക് എന്ന് പറയുന്ന ആ പ്രശ്നം അദ്ദേഹത്തിന് ഒരു ഇൻകം സോഴ്സ് ആയി വരികയാണ്. ഓക്കെ ഓക്കെ, റൈറ്റ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കറിയാം, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു. ഇത് ഈ ഫ്രാഞ്ചൈസി ലെവലിലുള്ള കാര്യങ്ങളൊക്കെ സാറിന് അറിയാം. സാർ ഇപ്പോൾ കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും ഒരുപോലെ ഡീൽ ചെയ്യുന്നുണ്ട്. എന്താണ് സാർ നമുക്ക് ഇതിൽ ആളുകൾക്ക് കൊടുക്കാനുള്ള അവസരം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി? എന്നെ സംബന്ധിച്ചുള്ള അവർക്ക് കൊടുക്കാനുള്ള അവസരം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞിട്ട് തുടങ്ങുന്നതല്ലേ നല്ലത്. അതായിരിക്കും നന്നാവുക. കാരണം ഞാൻ ജസ്റ്റ് ഈ കമ്പനിയിൽ എൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. ഓക്കെ. ആക്ച്വലി ഈ കമ്പനി എത്ര വർഷമായി? 15-16 വർഷമായി കമ്പനി നിലവിൽ മാത്രമുള്ള കമ്പനി. അപ്പൊ അവരുടെ പ്രോഡക്റ്റിന്റെ ആ ജെനുവിനിറ്റിയാണ് എന്നെ ആകർഷിച്ചത്. കാരണം അതിന് ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം 96 വയസ്സായ ഉമ്മാക്ക് ഈ പ്രൊഡക്റ്റ്, അത് ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. വളരെ എന്താ പറയുക, മിറാക്കിൾ പ്രൊഡക്റ്റാണ്. അത് കൊടുത്തപ്പോൾ അതിനകത്ത് മില്ലറ്റ് അടക്കം 16 തരം ഇൻഗ്രീഡിയൻസാണ് അതിനകത്തുള്ളത്. അത് എന്താ വെച്ചാൽ ശരിക്കും സമ്പൂർണ്ണ ആഹാരമാണ്. അതപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ ഭക്ഷണം കഴിക്കാൻ വലിയൊരു ടൈറ്റാണ്, മടിയാണ്. പക്ഷെ അത് ഈ പ്രൊഡക്റ്റാണ് 2 നേരം കാലത്തും രാത്രിയും കൊടുക്കുന്നത്. അവർ വളരെ ഹെൽത്തിയാണ്. എന്നിട്ട് ബാത്റൂമിൽ പോകാൻ മാത്രം ആള് സഹായമുണ്ട്, അല്ലാത്തുള്ള കാര്യങ്ങൾ വളരെ ഓക്കെയാണ്. അതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് വന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു 3 വർഷം മുമ്പാണ് എൻ്റെ ഒരു സ്റ്റോക്കിസ്റ്റ് എടുത്ത്, പിന്നെ അത് ജില്ലാ ബേസിലാക്കി, അത് ഞാൻ സ്റ്റേറ്റ് ബേസിലാക്കി. പക്ഷേ ആ സ്റ്റേറ്റ് ബേസിലാക്കി നമ്മൾ ഇതേമാതിരി തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തപ്പോൾ തന്നെ വലിയൊരു റെവല്യൂഷൻ തന്നെ ഉണ്ടായിരുന്നു. കാരണം ജനങ്ങൾ, ബിസിനസ്സുകാരനെ അതിനകത്ത് കൂടുതൽ കടന്നു വന്നു. അവർക്ക് സക്സസ് ആണ്. അപ്പോൾ ആ സക്സസ് കണ്ടപ്പോഴാണ് നമ്മളത് ചെറുകിട രൂപത്തിൽ തന്നെ ഹൈടെക്കിലേക്ക് നമ്മളത് കൊടുത്തുകൊണ്ടിരുന്നതാണ്. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും സമ്പൂർണ്ണമായിട്ട് അതിൻ്റെ സ്റ്റോക്കിസ്റ്റ് എല്ലാം വന്നു, ഹബ്ബുകൾ വന്നു. 14 ജില്ലകളിലും ഹബ്ബ് വന്നു. അതിന് താഴെ പഞ്ചായത്ത് സ്റ്റോക്കിസ്റ്റ്, അതിന് താഴെ സ്റ്റോക്കിസ്റ്റ്, അതിന് താഴെ ഹോം ഗാലറി. അപ്പോൾ 60,000 രൂപയിൽ നിന്ന് 6 ലക്ഷത്തിലേക്ക് എത്താൻ ആർക്കും ഒരു വിഷമമുണ്ടായില്ല. കാരണം ഇതിനകത്ത് കിട്ടുന്ന ബെനിഫിറ്റും തന്നെയല്ല, ഇതിനകത്ത് വലിയൊരു സേവനം കൂടിയാണ് ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് അതിപ്രധാനമായ ഹെൽത്ത്, വെൽത്ത്, അതിലുപരി ഒരു ബ്ലെസ്സിങ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ വീണ്ടും തമിഴ്നാട്ടിലേക്ക് ആകർഷിക്കാൻ എനിക്ക് മനസ്സ് വന്നത്. അവിടെ വലിയൊരു വരവേൽപ്പാണ് ഞങ്ങൾക്ക് ഉണ്ടായത് തമിഴ്നാട്ടിൽ. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാം നടത്തിയപ്പോൾ അവർ വളരെ ഇൻട്രസ്റ്റീവായിട്ടാണ്. ഈ മാസം തന്നെ ശരിക്കും ആവറേജ് 1 കോടി രൂപയുടെ ബിസിനസ് നടക്കാൻ സാധ്യതകൾ ഇപ്പോഴുണ്ട്. കാരണം ഞങ്ങൾ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ ഇതിൻ്റെ പ്രോഗ്രാമൊക്കെ നടത്താറുണ്ട്. അവിടെ അവരെല്ലാവരും സമ്മേളിപ്പിക്കുമ്പോൾ അവർക്ക് എന്താ പറയുക, അവരുടെ ആവേശം എങ്ങനെയാണ് നമ്മളോട് ഷെയർ ചെയ്യണേ, ഒരു എന്തൂസിയാസിസ്റ്റിക് ആയിട്ടാണ് അവർ നമ്മളോട് ആ സ്നേഹവും പ്രകടനവും എന്താ പറയുക, അവർ നമ്മളെ കാൽമത്തൊട്ട് വഴങ്ങുന്ന. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഇനി ഇത് എല്ലാ സ്റ്റേറ്റിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെ ഒരു ഇതായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. ഓക്കെ സാർ, ഇതിലെ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്
പിന്നെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും വളരെ ഫ്ലെക്സിബിൾ ബിസിനസ് ആണ്. യെസ്. ഇതിനകത്ത് യാതൊരു വിധത്തിൽ ഇടനായ അജണ്ടകളൊന്നും ഇല്ല. ഓപ്പൺ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും നമ്മളെ തുറന്ന പുസ്തകമാണ്. നമ്മളെ MD ആയിട്ട് ഡയറക്റ്റ് സംസാരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങളും MD ആയിട്ട് സംസാരിക്കാനും അവരുടെ ഭാഷ ഇനി ഇതാണെങ്കിൽ ഞങ്ങൾ അതിനെ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു 1500 കൊടുത്തെടുക്കുന്നവനും നമ്മൾ പരിപൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. ഇനി അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവയർനെസ് കൊടുത്തോണ്ടിരിക്കും. ഓക്കെ, റൈറ്റ്, ഗുഡ്. ഓക്കെ, ഇനി പിന്നെ നാഷണൽ പ്രൊമോട്ടർ ആയിട്ടുള്ള സാറിന് എന്താണ് ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറയാനുള്ളത്? സാർ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി. യെസ്, വെരി ഗുഡ്. അതായത് നമ്മൾ പല കമ്പനികളും, കോർപ്പറേറ്റ് കമ്പനികൾ പലതും കണ്ടിട്ടുണ്ട്. ഫുഡ് സപ്ലിമെൻ്റായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ പല വിദേശ കമ്പനികളും വളരെയധികം വില കൂടുതലാണ്. ഓരോ പൊടികൾക്കും 2500, 3000, ജ്യൂസിന് 4000, ഈ ഇതൊക്കെ കൊടുത്തിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരനായ ആളുകൾക്ക് അതൊരിക്കലും താങ്ങാൻ കഴിയില്ല. അപ്പം നമ്മൾ ആ കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള ഒരു ബിസിനസ് എക്സ്പീരിയൻസ് നമുക്കുണ്ട്. ഏകദേശം ഒരു 20 വർഷത്തോളം ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ വെച്ചപ്പോൾ നമ്മൾ ആലോചിച്ചു, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നല്ലൊരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു രീതി ഹെൽത്തുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുമെങ്കിൽ വളരെ ആഗ്രഹിച്ചിരുന്നു. ജനങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മില്ലറ്റ്സിനെ കുറിച്ചിട്ട് പിന്നെ കേൾക്കുന്നതും പഠിക്കുന്നതും. അപ്പം അതിന് വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ റൈറ്റ് മാർക്കറ്റിംഗ് ഇന്ത്യ, 16 വർഷമായിട്ട് അദ്ദേഹം ഇതുപോലെ ഒരു കർഷകനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ കോർപ്പറേറ്റ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആമസോണും അലിബാബയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഹെർബാലൈഫും ഒക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ സെയിൽ ചെയ്തോളാം, നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതി. പക്ഷെ അദ്ദേഹത്തിന് ഒരു അവർക്കുള്ള മക്കളോടുള്ള സ്നേഹം, അവരൊന്നുമില്ല, ഇത് ഞാൻ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു പക്ഷേ അദ്ദേഹം അത് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ കേവലം ഒരു 120 രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് 500 ഗ്രാമിൻ്റെ കിട്ടുന്നത് 2500, 3000 ഒക്കെ ആയിട്ട് നമ്മൾ ടിന്നിൽ വാങ്ങിക്കേണ്ടി വന്നതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായേനെ. പക്ഷെ അതാണ് എനിക്ക് അദ്ദേഹത്തിനോടുള്ളൊരു ഇഷ്ടം തോന്നിയത്. അങ്ങനെ അദ്ദേഹത്തിനെ ആ ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് നമ്മൾ എടുത്തു കൊണ്ടുവന്ന് ഇതിൻ്റെ മില്ലറ്റ്സുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതം. ഒരു മിറാക്കിൾ ഗ്രെയിൻ, അതായത് ഇപ്പോൾ സ്മാർട്ട് ഫുഡ് അല്ലെങ്കിൽ സൂപ്പർ ഫുഡ്, മൈക്രോ ഗ്രെയിൻസ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. കാരണം 7500 വർഷങ്ങളായിട്ട് ഹ്യൂമൻ ബീയിങ്ങിന്റെ പവർ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ ഫ്യൂവൽ, അത് നമ്മൾ ജനങ്ങളിലേക്ക് അതിൻ്റെ അവരുടെ മൈലേജ്, കാരണം റൈസ് ചോറ് തിന്നു കഴിഞ്ഞാൽ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ള അതിന്റെ കാറ്റ് തീരും. പക്ഷെ ഇത് 5 മണിക്കൂർ 6 മണിക്കൂർ അതിന്റെ മൈലേജ് നിലനിർത്തിക്കൊണ്ട് അവർക്ക് ആരോഗ്യം ഉന്മേഷത്തോട് പ്രവർത്തിക്കാനുള്ള ഒരു വലിയൊരു സംഭവം. അപ്പൊ ഇത് എന്തുകൊണ്ട് നമുക്ക് ലോകത്തിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൂടാ? കോർപ്പറേറ്റ് കമ്പനികളുടെ ഫുഡ് സപ്ലിമെന്റ് കൊടുത്ത് ജനങ്ങൾക്ക് അമിതമായ ഭാരം വെക്കുന്നവർ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ദൈവം നമുക്ക് നമ്മുടെ ഭൂമിയിൽ തന്ന ഈ ഒരു മിറാക്കിൾ ഗ്രെയിൻസിനെ പരിചയപ്പെടുത്തിക്കൂടാ എന്നുള്ള ആ ഒരു സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ആ ഒരു പാഷനോട് കൂടി നമ്മൾ 5 വർഷമായിട്ട് വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇന്ന് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ, ദുബായ് അടക്കമുള്ള, സൗദി അറേബ്യ അടക്കം നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി എത്ര ടൈപ്പ് ഓഫ് ഐറ്റം പ്രൊഡക്റ്റ് ഉണ്ട് ഇതിൽ? ഏകദേശം 60ഓളം പാചക പാക്കേജുകളാണ് നമ്മുടെ കമ്പനി ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് എല്ലാത്തിനും മെഡിസിൻ വാല്യൂ ഉള്ള, ഇപ്പോൾ മണിധരൻ സാർ പറഞ്ഞ പോലെ മെഡിസിൻ വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാ പാചക പാക്കേജ്. ഇതിലൊരു എടുത്തു പറയേണ്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാറ് ഹെൽത്ത് മിക്സിനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ഉഴുന്നും കഴി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാടിന്റെ ഒരു സ്പെഷ്യൽ ഇതുണ്ട്. അത് പ്രസവരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാരം നൽകുന്ന, അതുപോലെ എല്ലാ പ്രൊഡക്റ്റുകളും മെഡിസിൻ വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകളാണ്. നിങ്ങളൊരു മാസം ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് തന്നെ അറിയാം. കാരണം നമുക്കറിയാം നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡുകളുടെ കാലഘട്ടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഫാസ്റ്റ് ഫുഡുകളാണ് പല അസുഖങ്ങൾക്കും കാരണമെന്ന്. അപ്പോൾ ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. ഇത്തരം പ്രൊഡക്റ്റുകളിലേക്ക് തിരിച്ചു വരണം മലയാളി സമൂഹം, പ്രത്യേകിച്ച് മലയാളി സമൂഹം. അപ്പോൾ നമുക്കറിയാം മലയാളികൾ ഒരുപാട് അസുഖങ്ങളുള്ള ആളുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ ആഹാര രീതികളാണ്, ഭക്ഷണ രീതികളാണ്.
അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം പിന്നെ പ്രൊഡക്റ്റുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് തന്നെയാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്കറിയാം ഒരുപാട് ആളുകൾ എന്നോട് എൻക്വയറി ചെയ്യുന്ന കാര്യമാണ്, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് വിജയിക്കാൻ സാധ്യതയുള്ള, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ എന്തെങ്കിലും ബിസിനസ്സുകളുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ, വീട്ടിലിരുന്നു കൊണ്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ റിട്ടയർഡ് ആൻസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ. അപ്പോൾ അവർക്കൊക്കെയും നല്ല രീതിയിൽ ഉപകരിക്കാവുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണിത്. കാരണം ഇതിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഇതിൽ മാക്സിമം 3 lakh ആണ് നിങ്ങൾ പറയുന്നത് അല്ലേ, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് പഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ ഇനിയിപ്പം 1500 രൂപ മുതൽ ഇതിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടാണത്. ഇന്ന് രോഗബാധിതരാണ് ലോകം മുഴുവനും 5% ആളുകളെ ആരോഗ്യത്തിലുള്ളൂ. ബാക്കി 95% ആളുകളും അനാരോഗ്യത്തിലാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ഇന്ന് ഫാർമസി ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ഈ പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഫാർമസി എന്നുള്ള ആ മരുന്ന് എന്നുള്ളത് നമ്മൾക്ക് മാറ്റാൻ. കാരണം നമ്മൾ മരുന്ന് ഭക്ഷണമായും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ആഹാരമാണ് മരുന്നാക്കേണ്ടത്. അങ്ങനൊരു രീതിയിൽ കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന തലം മുഴുവനും ആരോഗ്യകാത്തരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കരുത് എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്ന് തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതാ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിലും കാണിക്കുന്നു. ഇന്ന് തന്നെ ഇവരുമായി കോൺടാക്ട് ചെയ്ത് ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എനിവേ, എന്തായാലും ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനേക്ക് എത്തിച്ചതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.